ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ മെയിൻ ഹിസ്റ്ററി പേപ്പറിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. കൂടാതെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്, മലയാളത്തിലുള്ള നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് വാട്സപ്പിൽ വരികയാണെങ്കിൽ പേയ്മെൻറ്റ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ചാൽക്കോലിത്തിക് ഏജാണ്. കാൽക്കോലിത്തിക് ഏജ് എന്നാണത് രണ്ട് രീതിയിൽ ഉച്ചരിക്കേണ്ടത്. കാൽക്കോലിത്തിക് എന്നും ചാൽക്കോലിത്തിക്കും രണ്ട് രീതിയിൽ ഉച്ചരിക്കുന്നുണ്ട്. അത് ഏതാണ് അതിൻ്റെ ശരിയെന്ന് എപ്പോഴും തെറ്റാറില്ല. അപ്പോൾ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ ചെമ്പും അതോടൊപ്പം തന്നെ ശിലകളും കല്ലുകളും ഒരേ സമയം ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഉപകരണമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ശിലായുഗ സംസ്കാരത്തെ തുടർന്ന് ലോഹങ്ങൾ ഉപയോഗിച്ചുള്ള സംസ്കാരം വന്നു. ആ നിയോലിത്തിക് കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹവും ഏത് തന്നെയാണ്? ചെമ്പാണ്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ശിലാ ഉപകരണങ്ങളും ചെമ്പ് ഉപകരണങ്ങളും ഒരേ സമയം ഉപയോഗിച്ചു പോകുന്നു. ഏതിൽ? കാൽക്കോലിത്തിക് അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തെയാണ് കാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ കാൽക്കോലിത്തിക് യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചാൽക്കോലിത്തിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദി കോപ്പർ സ്റ്റോൺ ഏജ് തന്നെയാണ്. ഇതാണ് ചെമ്പ് ശിലായുഗം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഹാരപ്പൻ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. എങ്കിലും ഹാരപ്പൻ കാലഘട്ടത്തിന് ശേഷവും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ കാൽക്കോലിത്തിക് യുഗം നിലനിന്നതായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ചെമ്പ് ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ 3000 BCE മുതലുള്ളതാണ്. ഇനി കാൽക്കോലിത്തിക് സൈറ്റ്സുകളാണ്. പ്രധാന കാൽക്കോലിത്തിക് സൈറ്റുകൾ ഏതൊക്കെയാണെന്നാണ്. ഇന്ത്യയിലെ കാൽക്കോലിത്തിക് പ്രദേശങ്ങൾ തെക്ക് കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശിൻ്റെയും അതേപോലെ മഹാരാഷ്ട്രയുടെയും പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. രാജസ്ഥാനിലെ ബനാസ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അഹാറും ഗിലുണ്ടും ഇതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. കാൽക്കോലിത്തിക് സംസ്കാരങ്ങളുടെ അഹാർ അല്ലെങ്കിൽ ബനാസ് സംസ്കാരമാണ് ഈ സൈറ്റുകളിൽ നിലനിന്നിരുന്നത്. അതായത് ആ പ്രദേശത്തിലെ സംസ്കാരങ്ങളാണ് അവിടെ അപ്പോൾ കാൽക്കോലിത്തിക് സംസ്കാരം എന്ന ഏജ് എന്ന് പറഞ്ഞിട്ട് അതിൽ വിവിധ സംസ്കാരങ്ങൾ വരുന്നുണ്ട്. ഓരോ മേഖലയിലെ കൾച്ചർ അവിടുത്തെ സംസ്കാരമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അഹാറും നിഗിലുണ്ടും ഉണ്ടെങ്കിൽ അഹാർ സംസ്കാരമാണ് രണ്ടിലും കൂടിയായിട്ട് ബനാസ് താഴ്വരയിൽ നിലനിന്നിരുന്നത് തന്നെ ഏതാണ്? അഹാർ സംസ്കാരമാണ്. അതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം വരും. ഡിസ്കസ് ദ മേജർ കാൽക്കോലിത്തിക് കൾച്ചേഴ്സ് എന്നാണ് പറയാം. ഏജ് എന്നല്ല വരിക. അങ്ങനെ ഏജ് ചോദിച്ചാൽ അത് വേറെ ഉണ്ട്. സംസ്കാരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ എഴുതണം കേട്ടോ. പടിഞ്ഞാറൻ മധ്യപ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ മാൾവ മേഖലയിൽ നിന്നോ കണ്ടെടുത്ത സ്ഥലങ്ങളുണ്ട്. കയത്ത, ഏറാൻഡ്, അതുപോലെ പടിഞ്ഞാറൻ ഇന്ത്യയിലെ മാൾവ സംസ്കാരത്തിൽ മാൾവ വെയർ അടങ്ങിയിരിക്കും. അപ്പോൾ രണ്ടാമതൊരു സംസ്കാരമില്ലേ, മാൾവ സംസ്കാരം. അത് ആ കാലഘട്ടത്തിലെ സെറാമിക്കാണ്. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ ജോർവെ, നവാസ, അതേപോലെ ദൈബാബാദ്, ചന്ദോലി, സംഗാവോ, ഇനങ്കാവ്, പ്രകാശ്, നാസിക് തുടങ്ങിയ സ്ഥലങ്ങളിൽ കാൽക്കോലിത്തിക് യുഗത്തിലേതാണെന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ ഈ സൈറ്റുകൾ ജോർവെ സംസ്കാരത്തിന് കീഴിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 സംസ്കാരങ്ങൾ ഇപ്പം നമ്മളിവിടെ പറഞ്ഞു. കാൽക്കോലിക് യുഗത്തിന് കീഴിലെ 3 സംസ്കാരം. ഒന്ന് അഹാർ സംസ്കാരം, മറ്റൊന്ന് നമ്മൾ മാൾവ സംസ്കാരം, ഇപ്പോൾ എന്ന് പറയുന്നത് ഏതാണ്? ജോഹാർ സംസ്കാരം അല്ലേ. ഇങ്ങനെ 3 സംസ്കാരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഹമ്മദ്നഗർ ജില്ലയിലെ ജോർവെ എന്ന സൈറ്റിൻ്റെ പേരിലാണിത് അറിയപ്പെട്ടിരുന്നത്. രാജസ്ഥാൻ, മാൾവ, മറ്റു വടക്കൻ ഡക്കാൻ എന്നിവ കാൽക്കോലിത്തിക് ഘട്ടത്തിൽ സ്ഥിരതാമസമാക്കിയ ജീവിതത്തിൻ്റെ തെളിവുകളും നൽകുന്നുണ്ട്. അതായത് അവിടെ സ്ഥിരതാമസമാക്കിയ ആളുകളുണ്ടായിരുന്നു. കാൽക്കോലിത്തിക് ഘട്ടത്തിൽ സ്ഥിരതാമസമാക്കിയ ആളുകൾ എവിടെയൊക്കെ? രാജസ്ഥാൻ, മാൾവ, ഡക്കാൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ. കിഴക്കൻ രാജസ്ഥാനിലെ ബാഗോർ മധ്യയുഗത്തിൽ നിന്ന് കാൽക്കോലിത്തിക് യുഗത്തിലേക്ക് തുടർന്ന് ഇരുമ്പ് യുഗത്തിലേക്കുമുള്ള പരിവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മേഖലയായിരുന്നു. ഏതാണ് ചോദിക്കേണ്ട? വൺ വേർഡ്, ബാഗോർ. ഇവിടുത്തെ രാജസ്ഥാനിലെ ബാഗോർ എന്ന സൈറ്റ്. അലഹബാദിലെ വിന്ധ്യൻ മേഖലയിലെ ചില കാൽക്കോലിത്തിക് സൈറ്റുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ പാണ്ഡു രാജൻ ദ്വീപിയും അതുപോലെ മഹിഷ്ദലും ഉൾപ്പെടുന്നതാണ് ഈസ്റ്റ് ഇന്ത്യൻ കാൽക്കോലിത്തിക് സൈറ്റുകൾ. ബീഹാർ, അതുപോലെ സെനൗർ, സോൻപൂർ,
താരാദിഹ് എന്നിവിടങ്ങളിലും കിഴക്കൻ ഉത്തർപ്രദേശിലും ഖൈരാദിവ് നർഹാൻ എന്നിവിടങ്ങളിലും കാൽക്കോലിക് സ്ഥലമായിട്ട് കണക്കാക്കും. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ആ 3 സംസ്കാരങ്ങളിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ള സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള പഠിച്ചു വെക്കണം. കാരണം സംസ്കാരങ്ങൾ മാത്രമായിട്ട് ചോദിക്കുമ്പോൾ അതിലുൾപ്പെടുന്നത് ഏതൊക്കെയെന്ന് പറയേണ്ടി വരും. ബാക്കി എല്ലാതും അങ്ങനെ ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. അത് 3 നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇനി കാൽക്കോലിത്തിക് ടൂൾസാണ്, ഉപകരണങ്ങളെക്കുറിച്ചാണ്. കാൽക്കോലിത്തിക് ജനതയുടെ പ്രാഥമിക ഉപകരണം അറിയപ്പെടുന്നത് ചെറിയ കല്ലുപകരണങ്ങളും ആയുധങ്ങളുമാണ്. ആ കല്ല് ബ്ലേഡുകളും ഉണ്ട്, അതിൽ ബ്ലേഡ് ലൈറ്റുകളും ഉപയോഗിച്ചിരുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും കാൽക്കോലിത്തിക് കാലഘട്ടത്തിലെ കന്മഴവും കല്ല് ബ്ലേഡുകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കന്മഴു ബ്ലേഡ് ഇപ്പോൾ കല്ല് തന്നെയാണ് കൂടുതൽ വരുന്നത് അല്ലേ. രാജസ്ഥാനിൽ വരണ്ട പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അഹാർ, ഗിലുണ്ട് എന്നിവിടങ്ങളിൽ നിരവധി ചെമ്പ് വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് കാൽക്കോലിത്തിക് കാർഷിക സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കന്മഴു അല്ലെങ്കിൽ ബ്ലേഡുകൾ ഉൾപ്പെടെയുള്ള മൈക്രോലിത്തിക് ഉപകരണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. മൈക്രോലിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. അഹാറിലെ ചെമ്പ് നിക്ഷേപം ഉണ്ടായിരുന്നു. അത് ചെമ്പിൻ്റെ സ്ഥലം എന്നർത്ഥം വരുന്ന തിമ്പാവതി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചെമ്പിൻ്റെ നിക്ഷേപമുള്ള ഏരിയ തിമ്പാവതി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാൽ അവർ ലോഹ നിർമ്മാണത്തിലും അതുപോലെ തന്നെ ലോഹം ഒരുക്കുന്നതിലും ഏർപ്പെട്ടിരുന്നു. ചെമ്പ് കൊണ്ട് നിർമ്മിച്ച പരന്ന മഴു, ഷീറ്റുകൾ, വളകൾ, കയ്യിലണിയുന്ന വളകൾ എന്നിവ അവരുടെ സൈറ്റുകളിൽ ഉണ്ടായിരുന്നു. ചെമ്പ് ശകലങ്ങളുടെയും കല്ല് ബ്ലേഡുകളുടെയും വ്യവസായത്തിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? ഗിലുണ്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജോർവേയിലും ചാന്തോളിയിലും പരന്നതും ചതുരാകൃതിയിലുള്ളതുമായ ചെമ്പ് കോടാലി കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ചാന്തോളിയിൽ ചെമ്പ് ഉളികളും കാണപ്പെട്ടിരുന്നു. രാജസ്ഥാനിലെ ചെമ്പ് ഖനിക്ക് സമീപമുള്ള സ്ഥലമാണ് ഗണേശ്വർ. അമ്പ്, കുന്തമുനകൾ, മീൻകൊളുത്തുകൾ, ഉളികൾ, വളകൾ എന്നിവ അവിടെ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഹാരപ്പയിലേക്ക് ചെമ്പെത്തിച്ചിരുന്നത് ഗണേശ്വരിൽ നിന്നാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കാൽക്കോലിത്തിക് പീരിയഡ്, കാൽക്കോലിത്തിക് കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. തെക്കും കിഴക്കേ രാജസ്ഥാന്, പടിഞ്ഞാറൻ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കാൽക്കോലിത്തിക് ജനത മൃഗങ്ങളെ ഇണക്കി വളർത്തിയതായിട്ടും കൃഷിയിലേർപ്പെട്ടതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. എരുമകൾ, പശുക്കൾ, ചെമ്മരിയാട്, ആട്, പന്നി, വേട്ടമാനുകൾ എന്നിവ ഇവരുടെ വളർത്തുമൃഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഈ സ്ഥലങ്ങളിൽ മറ്റു മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇത് മാത്രമല്ല ഉണ്ടായിരുന്നത്, മറ്റു മൃഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ വളർത്തുമൃഗങ്ങളായിട്ട് കാണപ്പെട്ടിരുന്നത് ഈ പറയപ്പെട്ട മൃഗങ്ങളൊക്കെയാണ്. ഈ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ അവർ ബീഫും പന്നിയിറച്ചിയും കഴിക്കുകയും ഗോതമ്പ്, അരി, ചോളം എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ നവദതോളിയിൽ പോലുള്ള സ്ഥലങ്ങളിൽ പയറ്, ഉഴുന്ന്, ചെറുപയർ തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. പരുത്തിയും ഇവർ കൃഷി ചെയ്തിരുന്നു. കിഴക്കൻ കാൽക്കോലിത്തിക് ജനതയുടെ ഭക്ഷണമായിട്ട് മത്സ്യവും അരിയുമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. വേർഡ് വരും കേട്ടോ, മത്സ്യവും അരിയും. കിഴക്കൻ കാൽക്കോലിത്തിക് ജനതയുടെ പ്രധാന ഡയറ്റ് ഏതൊക്കെയാണ്? മത്സ്യവും അരിയുമാണ്. കാൽക്കോലിത്തിക് ജനത വലിയ ചെമ്പ് പണിക്കാരും കൽപ്പണിക്കാരുമായ ആളുകളുണ്ടായിരുന്നു. ചെമ്പ് കൊണ്ട് നിർമ്മിച്ച നിരവധി ഉപകരണങ്ങളും ആയുധങ്ങളും വളകളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാൾവയിൽ നിന്നുള്ള സ്പിൻഡിൽ ചുഴികൾ കാൽക്കോലിത്തിക് ജനങ്ങൾക്കിടയിൽ നൂൽക്കുന്നതും നെയ്ത്തിനുമുള്ള, അതായത് നെയ്ത്തും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള അത്തരത്തിലുള്ള ജോലി ചെയ്തിരുന്ന പ്രാവീണ്യമുള്ള ആളുകളുണ്ടായിരുന്നു എന്നതിനുള്ള സൂചനയാണ്. അതേപോലെ കാർണൈലിയൻ, സ്റ്റീറൈറ്റ്, ക്വാർട്സ് ക്രിസ്റ്റൽ എന്നിവ അർദ്ധ വിലയേറിയ കല്ലുകളാണ്. കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന അർദ്ധ വിലയേറിയ എന്ന ഏറ്റവും വില പിടിച്ചതല്ല എന്ന വിലയുള്ളതുമായ കല്ലുകളാണ്. അതുപോലെ തുണി നിർമ്മാണത്തിൻ്റെ തെളിവുകളായിട്ട് കോട്ടൺ ഫ്ലാക്സ്, സിൽക്ക് ത്രെഡുകൾ എന്നിവ മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുശവന്മാർ, കൊത്തുപണിക്കാർ, കുമ്മായം നിർമ്മിക്കുന്നവർ, സ്വർണ്ണപ്പണിക്കാർ, ടെറാക്കോട്ട കരകൗശല വിദഗ്ധർ എന്നിവർ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇനാങ്കാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സ്ഥലമേതാണ്? ഇനാങ്കാവ്. നിയോലിത്തിക് ജനതയേക്കാൾ കൂടുതൽ വിപുലമായ തോതിൽ കാൽക്കോലിത്തിക് ജനത ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോടെ വലിയ ഗ്രാമങ്ങൾ രൂപപ്പെട്ടു എന്ന് RS ശർമ്മ ഉറപ്പിച്ചു പറയുന്നു. ചരിത്രകാരന്മാർ നിരീക്ഷിച്ച ശ്രദ്ധേയമായൊരു പ്രശ്നമാണ് കൂടുതൽ കുട്ടികളുടെ ശവസംസ്കാരം നടന്നതായിട്ട് അവർ കണ്ടെത്തിയത്. ഇത് ശിശുമരണ നിരക്ക് ആ കാലഘട്ടത്തിൽ കൂടുതലായിരുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ശ്മശാനങ്ങളിൽ കാണുന്ന ശവക്കുഴികൾ സൂചിപ്പിക്കുന്നത് കാൽക്കോലിത്തിക് സമൂഹത്തിൽ അധികാര ശ്രേണി നിലനിൽക്കുന്നു എന്നാണ്.
അതായത് ഇനാങ്കാവിൽ കണ്ടെത്തിയ ടെറാക്കോട്ട പ്രതിമകൾ സ്ത്രീകളെ മാതൃദേവകളായിട്ട് ആരാധിച്ചിരുന്നതിനെയാണ് സൂചിപ്പിച്ചിരുന്നത്. മാൾവയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമുള്ള ടെറാക്കോട്ട കാളകൾ അവരുടെ മതപരമായ ആരാധനയിൽ അവയെ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സമൂഹ ശ്രേണി കാണിക്കുന്നത്? അതായത് ചില ആളുകളുടെ ശവക്കുഴികളിൽ ആർഭാടമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ അടക്കം ചെയ്തിരുന്നു, എന്നാൽ ചില ആളുകളുടെ ശവക്കുഴിയിൽ വെറും തുണിക്കഷ്ണങ്ങൾ മാത്രം ആണ് കാണപ്പെട്ടിരുന്നത്. അപ്പോൾ അതെന്താണ്? സമൂഹത്തിൽ അവരുടെ ആ സ്ഥാനം, ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക പദവിയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ശ്രേണി കാണിക്കുന്നു എന്ന് പറയും കേട്ടോ. ഇനി നമുക്ക് കാൽക്കോലിത്തിക് കൾച്ചർ ഇൻ പ്രീ ഹാരപ്പൻ ആൻഡ് ഹാരപ്പൻ പീരിയഡ്, ഹാരപ്പനും മുമ്പുള്ളതുമായ കാലഘട്ടത്തിലെ കാൽക്കോലിത്തിക് സംസ്കാരത്തെക്കുറിച്ചാണ്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. കാൽക്കോലിത്തിക് വാസസ്ഥലങ്ങൾ ഹാരപ്പന് മുമ്പുള്ള സംസ്കാരത്തിൻ്റെ പാളികൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് ഹാരപ്പൻ്റെ സമകാലികവും ഹാരപ്പന് മുമ്പുള്ളതുമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിയോലിത്തിക്, കാൽക്കോലിത്തിക് എന്നറിയപ്പെടുന്ന കാലഘട്ടങ്ങളുണ്ട്. രണ്ട് കാലഘട്ടങ്ങൾ ഒരേ സമയം ഉണ്ടായതുകൊണ്ടാണ് നിയോലിത്തിക്കും കാൽക്കോലിത്തിക്കും ഒരേ സമയം നിലനിന്നിരുന്നതുകൊണ്ടാണ് നിയോലിത്തിക് കാൽക്കോലിത്തിക് എന്നൊരേ സമയം വിളിക്കുന്നത്. അത് ക്രമേണ നിയോലിത്തിക് ഘട്ടം അപ്രത്യക്ഷമാവുകയും കാൽക്കോലിത്തിക് ഘട്ടം ഉയർന്നു വരികയും ചെയ്തു. ഹാരപ്പൻ അഥവാ ആദ്യകാല ഹാരപ്പൻ സൈറ്റുകളായ രാജസ്ഥാനിലെ കാളിബംഗനിലും ഹരിയാനയിലെ ബനവാലിയിലും കാൽക്കോലിത്തിക് സംസ്കാരമാണ് ഉണ്ടായിരുന്നത്. ഈ കാളിബംഗനും അതുപോലെ ബനവാലിയും ഒക്കെ ഹാരപ്പൻ സൈറ്റുകളാണ്. അതുപോലെ സിന്ധിലെ കോട്ദിജി, അവിടെയും പാകിസ്ഥാനിലും ഇതേ സംസ്കാരം തന്നെയാണ് ഉണ്ടായിരുന്നത്. പ്രാഥമികമായിട്ട് ഈ സംസ്കാരം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് കേന്ദ്ര ഭാഗങ്ങളിലൊക്കെയാണ് കാണപ്പെട്ടിരുന്നത്. കയാത്തയുടെ കാര്യത്തിൽ പ്രീ ഹാരപ്പൻ, ഹാരപ്പൻ, പോസ്റ്റ് ഹാരപ്പൻ എന്ന് പറഞ്ഞാൽ ഹാരപ്പന് മുമ്പും ഹാരപ്പന് ശേഷവുമുള്ള സംസ്കാരങ്ങൾ അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. എവിടെയാണ്? കയാത്ത. ചില കാൽക്കോലിത്തിക് സംസ്കാരങ്ങൾ ഹാരപ്പൻ നാഗരികതയുടെ സ്വാധീനത്തിൽ നിന്ന് അകന്നു നിന്നിരുന്നു. നവതോളി, ഏറൻ, നഗ്ദ എന്നിവിടങ്ങളിലെ മാൾവ സംസ്കാരം, മഹാരാഷ്ട്രയിലെ ജോർവേ, ദക്ഷിണ കിഴക്കൻ ഇന്ത്യയിലെ കാൽക്കോലിത്തിക് വാസസ്ഥലങ്ങൾ ഹാരപ്പനിതര കാൽക്കോലിത്തിക് സംസ്കാരങ്ങളാണ്. ഹാരപ്പന് മുമ്പുള്ള കാൽക്കോലിത്തിക് സംസ്കാരങ്ങൾ സിന്ധ്, ബലൂചിസ്ഥാൻ, രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ നഗരവൽക്കരണത്തിൻ്റെ തുടക്കം ഉണ്ടായിരുന്നു എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. സിന്ധിലെ അമ്രി, കോട്ജി, രാജസ്ഥാനിലെ കാളിബംഗൻ, ഗണേശ്വർ എന്നിവയാണ് ഹാരപ്പന് മുമ്പുള്ള ചില കാൽക്കോലിത്തിക് സംസ്കാരങ്ങൾ. ഈ കാൽക്കോലിത്തിക് കർഷക സമൂഹങ്ങളിൽ ചിലർ സിന്ധു സമതലങ്ങളിലേക്ക് മാറുകയും അവിടെ വെങ്കല സാങ്കേതിക വിദ്യയുമായിട്ട് പരിചയപ്പെടുകയും അത് പിന്നീട് നഗരങ്ങൾ സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്തു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. എക്കൽ സമതലങ്ങളും ഇടതൂർന്ന വനങ്ങളും ഒഴികെ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഏത് സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ട്? കാൽക്കോലിത്തിക് സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇടയ്ക്കൽപ്പം ചുമ വന്നു, സോറി, അത് സൗണ്ടിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഈ യൂണിറ്റ് ഇവിടെ തീർന്നു കേട്ടോ. അടുത്തൊരു യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.